എനിക്ക് വന്ന ഇറ്റലി കൈവിട്ട് പോയപ്പോ തന്നെ ശ്രീകുമാർ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ഉത്തമയായ ഒരാളിനെ കണ്ടുപിടിക്കണം അല്ലേ? അങ്ങനെയും ഇല്ലായിരുന്നു. അല്ല, ശ്രീകുമാറിന് അങ്ങനെ ഈ ഒരു ഇതിനകത്തൊക്കെ ഉള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഞാൻ ഇല്ല, ഒരു കൂടെ ഒരാൾ വേണം. ഇല്ല, അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടം. അതെ, ഒറ്റയ്ക്ക് ആണ്. അതാ പറഞ്ഞു ഒറ്റയ്ക്ക് ഒരു മുറി അടച്ചിട്ടിരിക്കുക, അതായിരുന്നു മൂപ്പരുടെ ശീലം. അതിലേക്കാണ് വിളിച്ചാലും 10 മിനിറ്റ് കഴിയട്ടെന്ന് പറഞ്ഞ സ്വഭാവം പറഞ്ഞു. എനിക്ക് ഏറ്റവും ഭക്ഷണം കഴിക്കാൻ വിളിക്കുക, വാ കഴിക്കാം, എടുത്തു വെച്ചോ വാ കഴിക്കാം. 5 മിനിറ്റ്. ആ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെല്ലുമ്പോൾ ഒരു 10 മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒന്നിലേക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ, എന്നിട്ട് പിന്നെ വരും. പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി കൈ കഴുകുവോ, അങ്ങോട്ട് നടക്കും, പിന്നെ ഒന്ന് ഇങ്ങോട്ട് നടക്കും, പിന്നെ വീണ്ടും കൈ കഴുകും, പിന്നെ തിരിച്ചു വരും. ഒരുപാട് കുളിക്കുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഈ മുടിയൊക്കെ ഇത്രയും വളർന്ന ആളെ ഒത്തിരി തവണയൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ഈ കുന്തളക്കെട്ട് ചികി മിനിക്കാൻ തന്നെ സമയം എടുക്കൂല്ലേ? എനിക്ക് കുളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തലേന്നും ഇങ്ങനെ തോർത്തുനിന്നും അത്ര വലിയ ഇഷ്ടമല്ല. അല്ല, പിന്നെ ആര് തോർത്തു? കൂലിക്കാളായിരുന്നു. അങ്ങനെ വരും വെള്ളത്തോട് കൂടിയിട്ട്. സ്ത്രീ കുളിക്കുന്നതിന്റെ ഒരു കഥയുണ്ട് സാറേ. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ദുബായ്ക്ക് പോവാണ്. നിന്നാടരുത്, പോത്ത് നിന്നാടുന്നു. അപ്പൊ ദുബായ്ക്ക് പോവാണ്. അപ്പൊ അവൻ ശ്രീയുടെ അടുത്ത് വന്നിട്ട് പോവാണ് എന്ന് പറയാൻ വേണ്ടി വന്നു. അപ്പൊ ശ്രീ കുളിക്കാൻ കയറി. അപ്പൊ അവൻ പറഞ്ഞ ഇടം ഞാൻ പോവാണ്, സമയമായി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നോർമലി ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ എത്തണം. അങ്ങനെ ഇവൻ എയർപോർട്ടിൽ കയറി, ഫ്ലൈറ്റ് കയറി, ദുബായിൽ ഇറങ്ങിയിട്ട് അവൻ വിളിച്ചു എത്തിന്ന് പറയാൻ വേണ്ടിട്ട്. അപ്പൊ ശ്രീ പറയാ, ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് ഇറങ്ങും, എന്നിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാന്ന്. അപ്പൊ ആ സമയം ഒന്ന് കാൽക്കുലേറ്റ്. അത്രയും കൂടുതൽ അഴുക്ക് ശരീരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, മനസ്സിലല്ലോ, അത് ഭാഗ്യം അല്ലേ? ഓക്കെ, ഉണ്ടാക്കി പറഞ്ഞാണ് കേട്ടോ. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടേഴ്സ് കേട്ട് കഴിഞ്ഞാലേ അയാളുടെ കുളി തീർന്നിട്ട് നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ എല്ലാ ദിവസവും ഷൂട്ടിന് 8 മണിക്ക് വണ്ടി വരും. രാവിലെ ഒരു 3:30 ആകുമ്പോഴേക്കും തുടങ്ങും തട്ടും മുട്ടും ബഹളവും. അന്നേരം തൊട്ട് റെഡിയാവാ 8 മണിക്ക് പോവാൻ വേണ്ടിട്ട്. എനിക്ക് രാവിലെ റെഡിയാവുന്നതിന് ശ്രീമാറ ജീവിതം ഈ അളിയനായിട്ട് ഉപ്പുമുളകിൽ വന്നു. അളിയന്റെ അളിയൻ അല്ലേ? അളിയന്റെ അളിയൻ വന്നപ്പോ എങ്ങനെയുണ്ട്? വളരെ ഗുലുവാനായോ? ഞാൻ വീണ്ടും എന്റെ ഫാമിലിയിലേക്ക് തന്നെ തിരിച്ചു എത്തി. അതിന്റെ എനിക്കൊന്ന് ഈ അളിയനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഞങ്ങള് പുറത്തൊക്കെ പോകുമ്പോ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു ഇപ്പോഴും സാർ വീടും. ഇപ്പം ലേറ്റസ്റ്റ് ഞങ്ങളുടെ ഒരു നാടകം ഉണ്ടായിരുന്നു, ടാർസൺ എന്ന് പറഞ്ഞിട്ട്. ജയപ്രകാശ് കുളൂർ മാഷ് സംവിധാനം ചെയ്തിട്ട് ഞാനും സുനിൽ സുഗതയാണ് അതിൽ പെർഫോം ചെയ്യണേ. 2 പേര് മാത്രമേ ഉള്ളൂ. 1 hour പ്രോഗ്രാം ആണത്. അത് ഇപ്പം ഞങ്ങള് 2 പേര് മാത്രം സ്റ്റേജില്. അപ്പോ വേറെ ആർട്ടിസ്റ്റ് ഒന്നും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങള് ഒരു 7 സ്റ്റേജ് ഇവിടെ തന്നെ പല ബാംഗ്ലൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പെർഫോം ചെയ്തിരുന്നു. കൊറോണ വന്ന സമയത്ത് അത് നിന്നു പോയിരുന്നു. അതിനുശേഷം ഇപ്പം ഞങ്ങള് ഓസ്ട്രേലിയയില് പ്രോഗ്രാം ചെയ്തു. നല്ല പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ചെറിയ കുട്ടികൾ വരെ എന്റെ ഈ കുട്ടുമാമൻ എന്നുള്ള പേര് ഒക്കെ വിളിച്ചിട്ടാണ് നമ്മളോട് ഇങ്ങോട്ട്. അല്ല, അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രോഗ്രാം കഴിഞ്ഞിട്ട് എത്രയോ നാളിന് ശേഷമാണ് ഞാൻ അത് പോണേ. അപ്പൊ ഞാൻ പോയിട്ട് വന്നതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നത്. സാറ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതും എനിക്ക് ഇങ്ങോട്ട്. ശ്രീമാർ, യഥാർത്ഥത്തില് ഈ യൂട്യൂബിലൊക്കെ നിങ്ങളെ കുട്ടുമാമനും പിന്നെ നമ്മുടെ ബാലു നീലു ഈ പാർട്ടികളെയൊക്കെ തന്നെ കേശുവും ശിവാനിയും ഇവരെയൊക്കെ തന്നെ ഈ കുട്ടികൾ നെഞ്ചേറ്റിട്ടുണ്ട്. തീർച്ചയായും. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാം കൂടെ ഒരു 3.5 കോടി മനുഷ്യരേ ഉള്ളൂ. 1 കോടി ആൾക്കാർ പുറത്തുമാണ്. പക്ഷേ 6.5 കോടി ആളുകളെ കൊണ്ട് ഉപ്പുമുളക് എപ്പിസോഡുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരിക്കും, ആൾക്കാർ ഒന്നിലധികം തവണ കണ്ടല്ല, മലയാളം അല്ലാത്തവർ ഇത് കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റൊരു തമിഴ്നാട്ടുകാരെ ചില ബോർഡറിലൊക്കെ ഉള്ള ആൾക്കാർ മലയാളം അറിയാവുന്നവരായിരിക്കും കാണുന്നത്. അപ്പോൾ ഒരേ ആൾക്കാർ പിന്നെയും മാത്രമല്ല, ഒരു പ്രത്യേക ഒരു അസുഖം ബാധിച്ച ഒരു കുട്ടി ഷാർജയിലുണ്ട്. ആ കുട്ടി ഒരു എപ്പിസോഡ് തന്നെ എപ്പോഴും കാണുന്നു. ആ കുട്ടി കുറെ കൊല്ലങ്ങളായിട്ട് ഒറ്റ എപ്പിസോഡാണ്. അപ്പൊ എന്താണ് ആ കുട്ടിയുടെ മനസ്സിൽ നമുക്ക് അറിയത്തില്ല. ആ രക്ഷകർത്താക്കൾ എന്നോട് പറഞ്ഞതാണ്, ഒരു എപ്പിസോഡ് നമ്പറും പറഞ്ഞ് ഞാനത് പറയില്ല. കാരണം ഇനി ആ എപ്പിസോഡ് ഇട്ട് മറ്റുള്ള കുട്ടികളോട് ആ വഴിക്കായാൽ നമ്മുടെ കട്ടയമുടയും മുടങ്ങും, നമ്മുടെ കടവ് കൂട്ടും. അത് വേണം. എന്തായാലും അത് കൂടുതൽ പേരും കുട്ടികൾ കൂടുതലും കാണുന്നത് ഈ പ്രോഗ്രാം തന്നെയാണ്. അത് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഈ സിറ്റ്കോം ഒരു മലയാളത്തിൽ ചരിത്രമാണ്.
കാരണം ഇത്രയും ആളുകളെ സ്വാധീനിക്കുകയും ഇത്രയും കുട്ടികൾ, അത് ഇന്റർനാഷണൽ ലെവലിലുള്ള കുട്ടികൾ, തീർച്ചയായിട്ടും ആ കുട്ടികളെ സ്വാധീനിക്കുകയും ചെയ്ത വേറൊരു സിറ്റ്കോം ഇത്രയും എൻ്റെ ടെലിവിഷൻ ജീവിതം തുടങ്ങിയിട്ട് 10-31 വർഷമായി. മീഡിയയിൽ 40 കൊല്ലമായി. അപ്പോൾ ഈ 40 കൊല്ലത്തിനിടയിൽ ഇങ്ങനൊരു സിറ്റ്കോം ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താ അതിന്റെ ഒരു ഗ്രാമർ എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ആനിമേഷൻ ഇത് കാണുന്നത് പോലെ തന്നെ അവര് അഡിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സംഭവത്തിലോട്ട് പല അച്ഛനന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവര് ഈ ഐപാഡൊക്കെ തുറന്നു വെച്ചിട്ട് കൂടുതൽ കുട്ടികൾ ഇതാണ് കാണുന്നത്, അവർക്ക് മാറ്റുന്നില്ല എന്ന് പറയുന്നത്. അവര് പല കഴിഞ്ഞ എപ്പിസോഡുകൾ തന്നെ റിപ്പീറ്റ് കാണാനുള്ള അവർക്ക് അങ്ങനെ അവർ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മളെ യഥാർത്ഥത്തിൽ ശീലമായതും അല്ലാത്തതുമായ ഏതെങ്കിലുമൊക്കെ കാര്യം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പേരൻസിന് റിയാക്ഷൻ വരുന്നുണ്ട്. കുട്ടികളെ നിങ്ങൾ വഴിതെറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കാര്യം ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കുറിച്ച് പറയും. പക്ഷെ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. അല്ല, ഇതിപ്പം നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ വീടുകളിലും തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കുട്ടികളെ അറിയാത്തോണ്ടാണ്. അതെ, കുട്ടികൾ പറയുന്ന എല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. എനിക്കൊന്ന് ന്യൂട്ടനെ കൊണ്ട് ഞെട്ടി തറ വീണേനെ ആ രീതിയിലുള്ള കാലമാണ്. സ്നേഹ, അപ്പൊ നമ്മൾ ഈ മറിമായത്തിൽ നിന്ന് എങ്ങോട്ട് പോയി? മറിമായത്തുനിന്ന് പിന്നെ സിനിമകൾ വന്നു. കുറച്ച് പടങ്ങൾ ചെയ്തു. അതെ.